ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല അടിപൊളി സൂപ്പർ ഒരു കറിയാണ്, യാതൊരു സംശയമില്ല. എണ്ണ തെളിഞ്ഞു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് കുറച്ച് നാൾ ഡപ്പിക്കകത്ത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് എല്ലാവരും ഇത് ചെയ്ത് ലൈക്കും കമൻസൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ. ഗോൾഡൻ ടേസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കിൽ 1,00,000 ആൾക്കാരിലധികം കണ്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 5 അല്ലി കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സബോള, സാധാരണയുള്ള ചെറിയൊരു സബോള അതും അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 പത്തൽ മുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനൊന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവാണേ. ഓക്കെ, അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ലേശം അധികം വെളിച്ചെണ്ണ, ശകലം അധികം, നമ്മുടെ സാധനത്തിനനുസരിച്ച് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ലേശം അധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഞാൻ ഈ ചുവന്നുള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. അതിനോടൊപ്പം ഞാൻ ഈ കുഞ്ഞുള്ളി ഇട്ടു. ഇത് മൂന്നും കൂടെ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഇളക്കി അതൊന്ന് വഴങ്ങി വരണം. ഓക്കെ, വഴക്കട്ടെ. നമ്മുടെ ഉള്ളി നല്ല ചുക അങ്ങ് മൂത്ത് മൊരിഞ്ഞു നല്ലതുപോലെ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ ചതച്ച് വെച്ച മുളക് അങ്ങോട്ട് ഇടാൻ പോവാം. ചതച്ച് വെച്ച മുളക് വേണം. അത് നല്ലപോലെ അതിനകത്ത് കിടന്ന് ഒന്ന് മൊരിയട്ടെ. മക്കളെ, ഇതിൻ്റെ ടേസ്റ്റ് അപാരമാകട്ടോ. ചുമ്മാ ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, സൂപ്പർ ടേസ്റ്റുള്ളൊരു മുളക് കറിയാണിത്. മുളകെന്ന് വേരേ ഉള്ളൂ. നല്ല ടേസ്റ്റിൽ ആണിതുള്ളത്. ഇഷ്ടം പോലെ ചോറും ദോശ, ഇഡ്ഡലി ഇതിനെല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിന് നിങ്ങൾ തന്നെ ഇതിനകത്ത് പേരിട്ടോ കേട്ടോ. അടിപൊളി കറിയാണ്. ഇതിപ്പോൾ ആ മുളക് നല്ലതുപോലെ മൂത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാൻ പോണ ഒരു കൊഴുപ്പ് കിട്ടാൻ കുറച്ച് കാശ്മീരി ചില്ലിയാണ്. ഒരു സ്പൂണ് കാശ്മീരി ചില്ലി അതുകൂടി അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കും. സൂപ്പർ. ഇച്ചിരി എണ്ണ മുമ്പിൽ കിടക്കണമെങ്കിൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. ഇപ്പോൾ മുളക് നല്ലതുപോലെ മൂത്തു. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതേ ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഇച്ചിരി പുളിയാണ് ഇതിന് നല്ലത്. ഇനി പുളി ഇല്ലെങ്കിൽ വിനാഗിരി, അതിൻ്റെ പുളിക്ക് ആവശ്യമായ വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കുറച്ച് നല്ല കൊഴുപ്പിച്ച് ഈ വിനാഗിരി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പുളി നല്ല കൊഴുപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. ഞാനത് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ കണ്ടിട്ട് എൻ്റെ വായിൽ നാക്കുമെല്ലാം ഹോബി കൊണ്ട് ഞാനങ്ങ് വല്ലാതായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഒരിച്ചിരി ഉണ്ടാക്കി നോക്കി. ഇതൊരു കാര്യം ഈ തക്കിട വെച്ചാലും എനിക്കൊരു വിശ്വാസം, ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന പുളിവെള്ളം ഇല്ലേ, അത് നല്ലതുപോലെ പറ്റി അതിനകത്തോട്ട് ചേരണം. അല്ലെങ്കിൽ അത് കനച്ചു പോകും. അപ്പം നമുക്കിത് ഇച്ചിരി അതുകൂടെ തിരിഞ്ഞ് അങ്ങ് ഒഴിച്ചേക്കാം. ഇനി നമുക്ക് ഇത് തിളച്ച് വറ്റി ഇതിൻ്റെ എണ്ണ മുകളിൽ തെളിയണം. എന്നാലേ നമുക്കിത് സൂക്ഷിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കുറച്ച് നാളെങ്കിലും ഒരു ഭരണിയിൽ നാട്ടിലെങ്കിലും ഇട്ട് നമുക്ക് വെച്ചുകൂടെ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ വറ്റിച്ച് ഒക്കെ എടുക്കുന്ന കാരണം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇത് ഒരാഴ്ചയോളം ഒരു ഡപ്പയ്ക്കകത്തിട്ട്
വെച്ച് ഞങ്ങൾ കഴിച്ചു. ഒരു കേടും വന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെങ്ങനെ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഇനി അതിൽ ഞാൻ ചേർക്കുന്ന 1 സ്പൂണ് കായപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി ഇച്ചിരി ഉപ്പും ചേർക്കട്ടെ. ഉപ്പ് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ചേർന്ന് ആ വെള്ളം അങ്ങ് പറ്റിയിട്ടുണ്ടല്ലോ, ആ എണ്ണ മുകളിൽ തെളിഞ്ഞ് വരണം. എന്നാലേ നമുക്കിത് കുറച്ച് ദിവസം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് കരിച്ചിൽ വരാതിരിക്കുക. കണ്ടോ നല്ലതുപോലെ കേട്ടോ, എണ്ണ തെളിഞ്ഞ് വരുന്നതുണ്ടോ, അതാണ് അതിൻ്റെ പാകം. ഇനി ഞാനിത് ഓഫാക്കാൻ പോകണേ. നല്ല അടിപൊളി ഒരു കറിയാണ്. ഇതിൻ്റെ പേര് നിങ്ങളിടുക. എന്താ നല്ല സൂപ്പർ സാധനമാണ്. ഇത് ചോറിന് ചപ്പാത്തിയോ ഏതിനും നമുക്കിത് കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് തണുക്കുന്നതിന് ടേസ്റ്റ് കൂടിക്കൂടി വരും. നാളെ ആകുമ്പോഴത്തേന് ഇതിന് നല്ല ടേസ്റ്റായിരിക്കും. എരിവും ഉണ്ടാകത്തില്ല. ചെറിയൊരു എരിവേ നമുക്കിത് ഉണ്ടാവുള്ളൂ. കാരണം എരിവുണ്ടാകാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങളിടുക. അപ്പോൾ ഒരു അടിപൊളി എന്നാ പറയുക, അച്ചാറെന്നോ എന്ത് വേണേലും പറയാം. ഓക്കെ, ബൈ ബൈ. പിന്നെ ഇഷ്ടമുള്ളവർ ഒരു 1 ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടുവരണമെന്ന്. നമ്മളിപ്പോൾ 1 ലക്ഷം ആൾക്കാരെല്ലാം നമ്മുടെ നാട്ടിലുള്ളവർ. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ ഇത് കാണുക, ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇത് ഉണ്ടാക്കി കുപ്പിയിലാക്കി വിൽക്കുക. കുപ്പിയിലോ ഡപ്പയ്ക്കകത്തോ ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു എളുപ്പത്തിലൊരു കറിയാണ്. നമുക്കിപ്പോൾ ഇന്ന് എനിക്കും കറി വളരെ കുറവാണ്. ഒരു തോരനും വെച്ചു, മീനും വറുത്തു. അപ്പോൾ നോക്കുമ്പോൾ ചോറിന് കൂട്ടാൻ ഞായറാഴ്ചയും കൂടെ ആയത് കാരണം എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാൻ വേണ്ടേ നോക്കാനായിട്ട് അച്ചാറിനോടൊക്കെ മടുപ്പായപ്പോൾ ചെയ്തതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്കും കമൻസും അഭിപ്രായങ്ങളും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.